സബേഷ് കുൽദീപ് പാലയുടെ 1001 കവിതകൾ ഭാഗം 39. പല്ലി. ഇടതേടലിൽ ഗജരാജയോഗം. രൂപാകൃതിയിൽ ഈയാമ്പാറ്റ. സംയമനത്തിൽ സിംഹളവീര്യം. ചിറകടിച്ചുയർന്നാലോ ആത്മവീര്യത്തിൻ്റെ ഓടും ഉറപ്പും ചേർന്നത്. തന്ത്രം. മെനഞ്ഞെടുക്കലിലായിരുന്നു. പാളിയാൽ തകർന്നു പോകും വിധം ഒന്നായിത്തീരാൻ അവസരം അനവധി ഉണ്ടായിരുന്നിട്ടും കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത് ഹതഭാഗ്യരായി തീർന്നു. മന്ത്രം. താളത്തിലൊന്ന് ചൊല്ലി. അക്ഷരക്രമങ്ങളിൽ വേദമായി. ഉച്ചാരണത്തിനൊടുവിൽ ഏകാഗ്രത നേടി ഏകാന്തതയിൽ മനസ്സൊരു സന്യാസിയായിത്തീരുന്നത്. വ്യാധി. തളർത്തുവാനായിരുന്നില്ല, വളർത്തിയെടുത്ത് സ്വയമൊരു കവചമായി തീർക്കപ്പെടാനായിരുന്നു. ആദി. തകർന്നൊടുവിൽ എരിഞ്ഞു തീരാറായ നൊമ്പരത്തിൽ നിന്നുണർന്ന് ജ്വാലയായി ഉള്ളം പൊള്ളിക്കുന്നത്. വേദം. താടിയോലകളിലാണ് എഴുതപ്പെട്ടത്. കനത്ത ക്ഷൗരക്കത്തി കൊണ്ട് തലമുണ്ഡനം ചെയ്ത് മതരഹിതരായി തീർന്നത് അപ്പോഴാണ്. ഉപനിഷത്ത്. അധ്യായങ്ങളേറെയില്ല, സൂചകങ്ങളായി കത്തിയമരേണ്ട മാനവരാശിക്കൊരു അത്യുജ്വല പ്രകീർത്തനങ്ങൾ. ഭവ്യം. മെല്ലെ തരളിതമാക്കി നൊമ്പരത്തിലൊരു കനലായി എരിഞ്ഞടങ്ങുമ്പോഴും ശാന്തമായി ഉറങ്ങുന്നത്. കടത്ത്. തകർത്തെറിഞ്ഞതുകൊണ്ടായില്ല, തരളിതമാക്കിയാണ് ഹൃദയ നൈർമല്യങ്ങളെ കലുഷിതമാക്കി മറ്റൊരിടം തേടി അഭയാർത്ഥികളായത്. സമ്പൂർണം. കനത്തിലൊരു മൗനം. ക്രൂശിക്കുന്നതിൽ ക്രൂരം. തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ തീരാ നോവിൻ്റെ വ്യഥിതതാളം. സൽക്കർമ്മം. സ്വപ്നതുല്യമീ ജീവിതം, സ്വർഗതുല്യമീ ജനനം. കൊതിതീരുവോളം മതിച്ചു വിരളി പൂണ്ടു രാത്രിയിൽ ജീവിതത്തിന് അർത്ഥവും അനർത്ഥവും സമ്മാനിച്ചത്. ഓന്ത്. നിറം മാറുന്നില്ല, സ്ഥലമൊന്നറിഞ്ഞ് സ്ഥാനമൊന്നറിഞ്ഞ് ആത്മരക്ഷയ്ക്കായി ഉൾനിറം മാറ്റുന്നത്. പുൽച്ചാടി. പച്ചപ്പിൽ ജനനം, ഹരിതകണം പോൽ മൃദുലം, ദീർഘവീക്ഷണത്താൽ കേമം, കാഴ്ചയിൽ ശിശുത്വം, ഗാംഭീര്യം തൊട്ടറിയുമ്പോൾ ശക്തം, അത്യുജ്വലം. പ്ലാസ്റ്റിക്. രൂപം കൊണ്ട് ആകർഷണീയം, ജൈവതകൾ വിഴുങ്ങി ശാന്തതയെ അശാന്തതയാക്കി മണ്ണിൻ ഹൃദയം തുരന്നെടുക്കുന്നത്. അടുപ്പ്. വിറകരിക്കാനല്ല ജനിച്ചത്, തീയൊരു ഇരുൾ ഭയം കൊണ്ട് ഹൃദയം തകർത്തപ്പോൾ കൂട്ടിലടച്ച് ശാന്തമാക്കി. നാളം. തിരിയിൽ കെടാതെ തീയാളുമ്പോൾ നൊമ്പരങ്ങളിൽ വെന്തെരിഞ്ഞ് മൃതാവശിഷ്ടങ്ങൾക്കിടയിൽ പുനർജനിക്കുന്നത്. വിളക്ക്. പുറം ലോകത്തല്ല, നന്മ അകമെരിഞ്ഞ് പുറത്തേക്കൊഴുകുമ്പോൾ ധർമ്മം അധർമ്മമായി വീടിനുള്ളിൽ കാലുഷ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത്. കരി. തിരി കത്തിത്തെളിഞ്ഞ് ഉയർന്നു പൊങ്ങുന്നതെങ്കിലും കാലുഷ്യം വിട്ടകന്ന് ആർദ്രതയിലേക്ക് നയിക്കുന്നത്. മല. അത്യുന്നതങ്ങളിൽ ശ്രേഷ്ഠപദവി നിർവഹണം, ലാളിത്യം കൊണ്ട് കേമം. കോപിഷ്ഠനായാലോ മുച്ചൂടും വീഴ്ത്തി സ്വദേഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. ചവറ്. ഭക്ഷിച്ച് വലിച്ചെറിഞ്ഞതിലല്ല പരിഭവം, കത്തിയെരിഞ്ഞ ചാരം വളമാക്കുന്നതിൽ വൈഭവം പ്രകടിപ്പിച്ചതാണ് മൗനിയായിത്തീരാൻ കാരണം. ചാരം. കത്തിച്ചപ്പോൾ ഓർത്തില്ല, വിറകൂതിയ ചുണ്ടും വിറകും ഊതിയാൽ കണ്ണിലേക്ക് പാറിപ്പറന്ന് കാഴ്ച നഷ്ടപ്പെടുത്തുമെന്ന്. മുത്ത്. കോരിയെടുത്തപ്പോൾ അറിഞ്ഞില്ല, ഒരു ചുടുചുംബനം കൊണ്ട് കീഴടക്കി നിത്യകന്യകയാക്കി മനസ്സിൽ ഒളിപ്പിച്ച് വയ്ക്കാനാണെന്ന്. പവിഴം. തിളങ്ങി നിന്നതാണ് നക്ഷത്രത്തേക്കാൾ തിളക്കമേറിയതെന്ന് അറിഞ്ഞത് ഉൾക്കരുത്തിൻ്റെ ധ്വനിയിലായിരുന്നു. സ്വർണം. ജ്വലിച്ചു നിന്നതായിരുന്നു ഹൃദയത്തിൽ എരിഞ്ഞടർന്നു വീണത്. മോഷ്ടാവിൻ്റെ കരങ്ങൾക്കുള്ളിൽ കരഞ്ഞൊടുവിൽ ചിതയിലേക്കെടുത്തപ്പോഴും വാഗ്വാദങ്ങൾക്കിടയിൽ പെട്ടുപോയത് നീയായിരുന്നു.